ഷൗക്കത്ത് മുമ്പും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിൽ പ്രത്യേകത ഉണ്ടല്ലോ. ഇന്നലത്തെ ആ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരു MLA എന്നുള്ളവർക്ക് ഉള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഇതൊരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ്. കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം കേരളം ഒരു ഭയത്തിൻ്റെ നിഴലിലായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നമുക്ക് നിലമ്പൂരിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതിപ്പോൾ UDFൻ്റെ നേതാക്കളെല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം, അതിലേക്കുള്ള പ്രയാണമാണ് ഇനിയിപ്പോൾ നമുക്ക് നടത്തുവാനുള്ളത്. അതിന് ഒരു നിയോഗമാകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും UDFനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു. അപ്പോൾ ആ പാത പിന്തുടർന്നുകൊണ്ട് ഷൗക്കത്തിനും ഒരു MLA എന്നുള്ള നിലക്ക് UDFനെ ശക്തിപ്പെടുത്തുവാനും നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ സാധിക്കും. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും ഞാൻ നേരുകയാണ്. ഈ MLA-മാരുടെ എണ്ണേ ഇവിടെ 12-ൽ നിന്ന് 13 ഇപ്പോൾ ജില്ലയിൽ. അതെ, അതിപ്പോൾ ഇനി 16 കാത്തിരിക്കും. അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി 16 ആവും.